ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഫംഗ്ഷന് പോവാണ്. ഉപ്പാടെ പെങ്ങളുടെ മോളെ ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ പോവാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവിടെ എത്തിയപ്പോൾ ഒക്കെ ഒന്ന് സെറ്റാക്കി വരുന്നത്. ഞാൻ ആദ്യം വീഡിയോ എടുക്കേണ്ട, ഷോർട്സ് ഇടാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോഴാണ് ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കണമെന്ന് ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ പറഞ്ഞത്, അവരൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എത്തി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കഫ്താനാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കഫ്താൻ. അപ്പോൾ അതാണ് എൻ്റെ ഡ്രസ്സ് മുഴുവൻ. ഇതാണ്. അതിന് ശേഷം അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു എന്താ പറയുക, നാൽപ്പോളിയാണ്. പ്രസവിച്ചിട്ട് നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് എണീക്കുന്ന ദിവസം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് ആ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അവിടുന്ന് ആൾക്കാരൊക്കെ ഡ്രസ്സൊക്കെ വന്ന് അവളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല സുന്ദരിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ഫുഡൊക്കെ പുറത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡാണിത്. ഫുഡൊക്കെ നമ്മൾ ഇത് വന്നിട്ട് ഹൈദരാബാദി ബിരിയാണിയാണ്. അപ്പോൾ ഓരോന്ന് നമ്മൾ ബഫേ ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് ഓരോ സെറ്റിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ അത് ഓരോന്ന് എടുക്കുന്നുണ്ട്. അതിന് ശേഷം മറ്റേ ഫുഡ് വന്നിട്ട് നമുക്ക് നോക്കാൻ എന്താണെന്ന് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ചെമ്മീൻ മസാലയാണ്. അപ്പോൾ ചെമ്മീൻ മസാല. അതിന് ശേഷം നമ്മൾ ബിരിയാണി ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഫിഷ് ബിരിയാണിയാണ്. ഐക്കുറ ആണ് കേട്ടോ, ഐക്കുറ ബിരിയാണി. അതിനുശേഷം ഇത് ഊത്തപ്പമാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ. ആത്താൻ്റെ സ്പെഷ്യൽ ഊത്തപ്പമാണ്. അതായത് നാൽപ്പൊളിയുള്ള മോളെ ഉമ്മാൻ്റെ, അതായത് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളുടെ മോള്, അവരെ സ്പെഷ്യൽ സാധനമാണ് ഊത്തപ്പ കേട്ടോ ഇത്. അപ്പോൾ അതില്ലാണ്ട് ശരിയാവില്ല. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓൾ ഫാമിലീസ് ഉണ്ട്, എൻ്റെ പമ്പിക്കുണ്ട്, എല്ലാവരും. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മക്കളാണ് കേട്ടോ. അപ്പോൾ പെങ്ങളെ മോള്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇത് വന്നിട്ട് റവ കൊണ്ടുള്ള ബിരിയാണിയാണ്, തരി ബിരിയാണി എന്ന് പറയും. അപ്പോൾ ഈ ഒരു കറി, ബീഫ് സ്റ്റ്യൂ ഉണ്ടായിരുന്നു, അതും ഊത്തപ്പമാണ്. പിന്നെ പൊറോട്ട, പിന്നെ നൈസ് പത്തിരി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാം കൂടെ ഞങ്ങൾ ഓരോ പാത്രത്തിലാക്കി സെറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ് എല്ലാവരും. കണ്ടില്ലേ? അപ്പോൾ ഓരോന്ന് സെറ്റ് ചെയ്യാം. കുറച്ച് ഐറ്റംസൊക്കെ ചെറിയ പാത്രത്തിലും പിന്നെ ബുഫേയുടെ ആ ഒരു പാത്രത്തിലേക്ക് ഒക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് വന്നിട്ട് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ഉണ്ട്. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും കൂടിയിട്ട് നമ്മളിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ എന്താ പറയുക, നമുക്ക് കുറേ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ കൂടുതലുണ്ടാകുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരായിരിക്കും. നല്ല സന്തോഷമായിരിക്കും ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ. ഇത് പമ്പിക്കാൻ്റെ ഏട്ടനാണ്, ഉപ്പാൻ്റെ പെങ്ങളെ മോനെ കുഞ്ഞിക്കാട്ടോ അത്. അപ്പോൾ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവുകയും ചെയ്യും. ആ ഒരു കൂട്ടായ്മ എന്ന് പറയും, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ആ ഒരു ഡേയ്സ് നല്ല ഹാപ്പി ആയിട്ട് കുറേ സംസാരിക്കാനും, എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഫംഗ്ഷന് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരും അവരുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളും ഒക്കെ പോയിട്ട് എന്താ പറയുക, നല്ലൊരു ഒരുമ ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല സ്നേഹവും നമുക്ക് നിലനിർത്താം ഇങ്ങനത്തെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാ ബുഫറ്റൊക്കെ ഏതാണ്ട് ഞങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ചെയറും ടേബിളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. കുറച്ചധികം ഐറ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ ബുഫറ്റിൻ്റെ ആ ഒരു ബൗളിലൊന്നും കംപ്ലീറ്റഡ് ആവാത്തതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ദമ്മൊക്കെ പൊളിച്ചിട്ടുണ്ട് നമ്മുടെ ഫിഷ് ബിരിയാണിയുടെ കേട്ടോ. അപ്പോൾ ഇതാണ് ഫിഷ് ബിരിയാണി. എല്ലാവരും കൂടി ഒന്ന് ദമ്മൊക്കെ പൊളിച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. അവർ സാധനം തരികയുള്ളൂ, നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് അവർക്ക് ഫുഡ് കഴിക്കുന്ന രീതിയിലേക്ക് മാറ്റണം. ഹൈദരാബാദി ബിരിയാണി ഉണ്ട്. അപ്പോൾ അതും ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ കറികൾ, പിന്നെ തരി ബിരിയാണി, പൊറോട്ട, പിന്നെ ഇത് ഹൈദരാബാദി ബിരിയാണി, ദെൻ ബിരിയാണി ആൻഡ് ബിരിയാണി മസാല, ഫിഷ് മസാല. ഓക്കെ. അപ്പോൾ ഇനി കുറച്ച് ഒരു ഐറ്റം കൂടി അതിൽ വരാനുണ്ട്. പാസ്തയാണ് കേട്ടോ, പാസ്ത. അപ്പോൾ പാസ്ത അവിടുന്ന് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ഇതിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഫ്രൈ, തൈര്, അച്ചാർ, ചെമ്മീൻ ഫ്രൈ, അങ്ങനെയൊക്കെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ നായികയുടെ ഹസ്ബൻഡ് കേട്ടോ. അപ്പോൾ അവളുടെയാണ് നാപ്പോളിയുള്ള ആളെ ഹസ്ബൻഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ പഴമൊക്കെ ഉണ്ട്. ഇതെന്തോ ഒരു പ്രത്യേക പഴമെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. പഴത്തിൽ എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് പിയാപ്പിളിനെ വല്ലാണ്ട് വാരി എടുക്കുന്നുണ്ട് കേട്ടോ, പാവം. അപ്പോൾ ഇതൊക്കെ ഹോൾ സെറ്റായിട്ടുണ്ട്. ഇനി എല്ലാവരും എന്താ പറയുക, ഹോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ അവളെ കുട്ടീനെയൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് അവർക്ക് സ്വർണ്ണമൊക്കെ ഇട്ട് അങ്ങനെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നടന്നിട്ട് ഫ്രണ്ട് സൈഡിൽ കൂടെ കയറാമെന്നുള്ളൊരു ചടങ്ങ്
ആ ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇനി ആ ചടങ്ങാണ് ഇനിയുള്ളത്. അപ്പോൾ അതിനുശേഷം എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊക്കെ ഓരോരുത്തർക്ക് റീൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പാസ്ത അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്ന അതാണ്. അടിപൊളി ടേസ്റ്റാണ്. തരി ബിരിയാണിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് റിഫയുടെ ഉമ്മ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ റിഫയുടെ ഉമ്മ എൻ്റെ ന്യൂ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഹായ് അവരെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഒന്നിങ്ങനെ ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, എന്തൊക്കെയായിരുന്നു അതിൽ വെച്ച്. അപ്പോൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവൾ ഇറങ്ങി വരുന്നുണ്ട്. അവളെ മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ കല്യാണത്തിനൊക്കെ ഇടുന്ന പോലെ തന്നെ സ്വർണ്ണമൊക്കെ ഇട്ട് മുല്ലപ്പൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് സൈഡിൽ കൂടെ നടന്നിട്ട് അവിടെ തെങ്ങിനൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ കൂടെ വീട്ടിൽ കയറണം. അപ്പോൾ ഒരു ചട്ടിയിൽ കുറേ മിഠായി മേലേന്ന് എറിഞ്ഞ് പൊട്ടിക്കും കേട്ടോ. അപ്പോൾ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അതെനിക്ക് ശരിക്കും കിട്ടിയിട്ടില്ല ക്യാമറയിൽ. അപ്പോൾ മേലേന്നും അല്ല എറിഞ്ഞത്, മേലയിൽ സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ താഴെ തന്നെ ചെയ്ത് അപ്പോൾ കുട്ടികളൊക്കെ മിഠായിയൊക്കെ എടുത്ത് അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ അവരെ ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചു കേട്ടോ. അപ്പോൾ ഈ ബുഫറ്റ് ഇങ്ങനെ എന്താ പറയുക സെർവ് ചെയ്യുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എൻ്റെത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ സംഭവം കുറച്ച് പാടാണ് കേട്ടോ. ആദ്യമൊക്കെ നല്ല രസമുണ്ടാവും, പിന്നെ നമുക്ക് കൈയൊക്കെ വേനിക്കും. നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ തന്നെ കൂടിയിട്ട്, അതായത് കുറച്ച് പെണ്ണുങ്ങളെ പരിപാടിയാണല്ലോ. അപ്പോൾ പെണ്ണുങ്ങൾ തന്നെ ഇതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഞാൻ ഫിഷ് മസാല കേട്ടോ വിളമ്പാൻ നിന്ന് അത് നല്ലോണം പോകുന്നുണ്ടായിരുന്നു. പാസ്ത ആദ്യമൊന്നും പോയിട്ടില്ല, പിന്നെ പാസ്ത നല്ല രീതിയിൽ പോയി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാസ്ത. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മക്കളും അങ്ങനെയൊക്കെ ആൾക്കാരാണ് എല്ലാവരും സെർവ് ചെയ്യുക. എല്ലാവരും ഹെൽപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് എൻ്റെ തൊട്ടിപ്പുറമുള്ളത് ഈ ഒരു ബ്ലൂ ചുരിദാർ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇതാ ഒരുപാട് പുഡിങ്സ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ്, പിന്നെന്താ ഗുലാബ് ജാം, പിന്നെ അങ്ങനെ ഒരുപാട് സ്നിക്കേഴ്സ്, പുഡിങ്, പൈനാപ്പിൾ പുഡിങ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അവളും കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കൊടുത്ത് അവളെ നല്ലോണം തീറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഓരോരുത്തർ വന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കോപ്രായങ്ങൾ കേട്ടോ. ഗ്രൂപ്പിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളാണല്ലോ ഈ ബുഫെ സെർവ് ചെയ്യുന്ന ആൾ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഇതാണ് കേട്ടോ റീഫാൻ്റെ ഉപ്പയും ഉമ്മയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് അലങ്കോല പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കേക്ക് കട്ടിങ് ചെയ്യാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് കുട്ടി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞൂസിനെ വെച്ചിട്ട്. അപ്പോൾ അവർ കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കഴിക്കാൻ കഴിഞ്ഞു. അങ്ങനെ കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു എല്ലാവരും. അതുകൊണ്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ പിന്നെ സ്വന്തം കേക്ക് നല്ലതാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണല്ലോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. നമ്മുടെ ഫംഗ്ഷനൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളിങ്ങനെ കുറി ഉണ്ടാവില്ലേ, ഇങ്ങനെ മന്ത്ലി എടുക്കുന്ന എല്ലാവരും ക്യാഷൊക്കെ കളക്ട് ചെയ്തിട്ട്, അപ്പോൾ ഇത് ഉമ്മയാണ് കേട്ടോ പിയാപ്പിളിൻ്റെ. അപ്പോൾ അതൊക്കെ ആ ഒരു പരിപാടിയും കൂടിയുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. ഫസ്റ്റ് മന്ത് എടുക്കാൻ പോവാണ് നമ്മുടെ ഈ കുറി. അപ്പോൾ അത് ഇവിടുന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ഫംഗ്ഷനിൽ. അങ്ങനെ നെക്സ്റ്റ് മന്ത് എവിടെയെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതാണ് നമ്മുടെ നറുക്കൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മുടെ കുറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.